അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഇനി നമ്മൾ ആ റുക്കൂയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട സുജൂദിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സുജൂദാണ് മർമ്മം. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹയുടെ പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവന, ഒമാ ഖബ്ലഹു മിനൽ അർക്കാനി കൽ മുഖദ്ദിമാതി ലഹു. ബാക്കിയുള്ള നമസ്കാരത്തിലുള്ള എല്ലാ ചലനങ്ങളും എല്ലാം ആ സുജൂദിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ, മുഖവുരയാണ് എന്നുള്ളതാണ്. അതെല്ലാം സുജൂദിലേക്കുള്ള ബിൽഡപ്പാണ്. അതാണ് മർമ്മം. അപ്പോൾ നമ്മൾ ഹജ്ജിൻ്റെ മർമ്മം അറഫയാണ്. അതേ രൂപത്തിൽ നമസ്കാരത്തിൻ്റെ ന്യൂക്ലിയസ് എന്നുള്ളത് സുജൂദാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സുജൂദ് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച ഉമ്മത്താണ്. മുൻഗാമികൾക്കും അത് അള്ളാഹു നൽകിയിരുന്നു. പക്ഷേ അത് അതേ രൂപത്തിൽ നിർവഹിക്കുന്നത് നമ്മൾ മാത്രമാണെന്നുള്ളത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 30ഓളം തവണ സുജൂദ് ചെയ്തതായിട്ട് നിലവിലുള്ള ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കും. അതായത് നിലത്ത് കമിഴ്ന്ന് കിടന്ന് മുഖം നിലത്ത് വെച്ചുള്ള പ്രാർത്ഥന, അവസാന ഘട്ടത്തിൽ ഗെത്സമേന തോട്ടത്തിൽ വെച്ച് പോലും അത്തരത്തിൽ പ്രാർത്ഥിച്ചതായിട്ടുള്ള പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാർ ഇബാദുർ റഹ്മാൻ അവരുടെ ക്വാളിറ്റികൾ പറഞ്ഞ സമയത്ത് സൂറത്ത് ഫുർഖാൻ്റെ 64-ാമത്തെ വചനത്തിൽ രണ്ടാമതായിട്ട് പറയുന്ന ക്വാളിറ്റി വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവർ അള്ളാഹിൻ്റെ മുമ്പിൽ ആ ഖിയാമിലും സുജൂദിലായിട്ടെല്ലാം കഴിച്ചു കൂട്ടുന്നവരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ സുജൂദ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറാനുള്ള കാരണം അള്ളാഹിൻ്റെ മുമ്പിൽ ആ വിനയത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രകടനമാണ് യഥാർത്ഥത്തിൽ സുജൂദിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. അതിനേക്കാൾ അപ്പുറമൊന്നും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഈഗോ, ആത്മാഭിമാനം, അഹങ്കാരം എല്ലാം അള്ളാഹിൻ്റെ മുമ്പിൽ മാറ്റിവെക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഏറ്റവും ഉയർന്ന ഭാഗം, ശരീരത്തിൻ്റെ ഏറ്റവും ഉയർന്ന, നമ്മുടെ അങ്ങേയറ്റം കെയർ ചെയ്യുന്ന നമ്മുടെ മുഖം, ആ മുഖം എന്നുള്ളത് ഏറ്റവും നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. ഏതൊരു ഡോക്യുമെൻറ്റിലും ആ മുഖം എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തടിക്കരുതെന്നെല്ലാം പ്രത്യേകമായിട്ട് കൽപ്പിക്കുന്നത് അതിന് അത്രയും പവിത്രമായിട്ടുള്ള ആ ഭാഗമാണ്. അപ്പം അത് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അള്ളാഹു അതിൻ്റെ ആ ഒരു പവിത്രത, അപ്പോൾ ഉദാഹരണത്തിന് ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിന് നേരെ നിങ്ങൾ മുഖം തിരിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ മുഖം മാത്രമല്ല, നമ്മൾ ശരീരം മൊത്തം തിരിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു ആ മുഖമാണ് അവിടെ എടുത്തു പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ മരണാന്തര ജീവിതത്തെ സംബന്ധിച്ച്, അവിടെയുള്ള ഇമോഷനുകളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും ഉജൂഹുൻ യൗമ ഇതിൻ നാദിറ അല്ലെങ്കിൽ മുസ്ഫിറ, അതല്ലെങ്കിൽ അമ്മല്ലദീന ബിയല്ലത് ഉജൂഹുഹും, ആ മുഖത്തുള്ള എക്സ്പ്രഷനാണ് അള്ളാഹു അവിടെയെല്ലാം ഒപ്പിയെടുക്കുന്നത്. അപ്പം അത്രയും പവിത്രതയുള്ള നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉയർന്ന ആ ഭാഗം, നമ്മൾ അങ്ങേയറ്റം സമയമെല്ലാം എടുത്ത് നമ്മൾ കെയർ ചെയ്യുന്ന ആ പ്രിയപ്പെട്ട ആ ഒരു ഭാഗം, ആ മുഖവും നെറ്റിയെല്ലാം ഏറ്റവും താഴ്ന്ന നമ്മുടെ ആ നിലത്ത് ചവിട്ടുന്ന ആ ഭാഗത്ത് നമ്മൾ നിലത്ത് വെക്കുകയാണ്. അവിടെ സിംബോളിക്കായിട്ട്, പ്രതീകാത്മകമായിട്ട് ആ സമർപ്പണത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ നിൽക്കുന്ന ആ ഭൂമിയിലേക്ക് നമ്മുടെ പവിത്രമായിട്ടുള്ള മുഖം അവിടെ വെക്കുകയാണ്. അവിടെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, മിൻഹ ഖലഖ്നാക്കും, ആ ഭൂമിയിൽ നിന്നാണ് നമ്മുടെ ഒറിജിൻ, അതിൽ നിന്നാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ അവിടെ അള്ളാഹിൻ്റെ മുമ്പിൽ ആ വിനയത്തിൻ്റെ ഏറ്റവും താഴ്മയുടെ ഏറ്റവും അങ്ങേയറ്റമുള്ള പ്രകടനമാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ മൻ തവാദഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, ഒരാൾ അള്ളാഹിൻ്റെ മുമ്പിൽ താഴ്ന്നാൽ അയാൾ അള്ളാഹു ഉയർത്തുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉയരുന്നത് അള്ളാഹിൻ്റെ മുമ്പിൽ താഴുന്ന സമയത്താണ്. നമ്മൾ എത്ര താഴുന്നോ അത്രയും അള്ളാഹു നമ്മളെ ഉയർത്തും എന്നുള്ളത്. അതേസമയം ഇബ്ലീസ് ലഅനഹുള്ളയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ, താഴാൻ വിസമ്മതിച്ച സമയത്ത് ഏറ്റവും ഇകഴ്ത്തപ്പെട്ടവനായിട്ട് മാറാണ്. ചേർത്ത് വായിക്കേണ്ട സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ളൊരു ഹദീസ്, റസൂലുള്ളാഹിൻ്റെ മൗലയായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചു, അഖ്ബിർനി ബി അമലിൻ അമലുഹു യുദ്ഖിൽഹു ബിഹിൽ ജന്ന, പ്രവർത്തിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മത്തെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലും. അതല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം എന്താണ്? ഇപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മിണ്ടിയില്ല. അപ്പോൾ ചോദ്യകർത്താവ് വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. രണ്ടാമതും അപ്പോഴും മിണ്ടിയില്ല. മൂന്നാമതും ചോദിച്ച സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞു, ഇതേ ചോദ്യം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി എനിക്ക് മറുപടി നൽകിയത് അലൈക ബി കസ്റത്തി സുജൂദിലില്ല, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ധാരാളമായിട്ട് നിങ്ങൾ സുജൂദ് ചെയ്യുക. കാരണം ആ സുജൂദ്, ഓരോ ആളുകളും ആ സുജൂദ് ചെയ്യുന്ന സമയത്ത് റഫഅക അല്ലാഹു ബിഹാ ദർജതൻ, അള്ളാഹു അയാളുടെ പദവികൾ ഉയർത്തും. അതേപോലെ തന്നെ ഖതീഅത്തുകൾ, അയാളുടെ പാപങ്ങൾ പൊറുക്കും എന്നുള്ളതാണ്. ഒരാളുടെ ആ ദറജ ഉയരാൻ ആ സുജൂദ് കാരണമായി തീരും എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് പാപത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. അപ്പോൾ നമസ്കാരത്തിലെ മറ്റുള്ള ചലനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ സുജൂദിലാകുന്ന സമയത്ത് എല്ലാ അവയവങ്ങളും ഒരുപോലെ ആ ഒരു പ്രവൃത്തിയിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഖിയാമിലാകുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത് ആ രൂപത്തിലില്ല, അതല്ലെങ്കിൽ റുക്കൂവിലും തശഹുദിലെല്ലാം ആ രൂപത്തിലല്ല. പക്ഷേ അതേസമയം സുജൂദിലാകുന്ന സമയത്ത്
ഒരേ സമയത്ത് തന്നെ നമ്മുടെ മുഖവും നെറ്റിയും കൈകൾ, കാലുകൾ, വിരലുകൾ എല്ലാം നമ്മൾ ഒരേ രൂപത്തിൽ ആ ഒരു പ്രവൃത്തിയിൽ പങ്കെടുക്കുകയാണ്. എല്ലാ അവയവങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ കൽപ്പനക്ക് വിധേയമായിട്ട് അവിടെ കീഴൊതുങ്ങി നിൽക്കുകയാണ്. ആ സുജൂദിൻ്റെ ആ പൊസിഷൻ തന്നെ നമ്മൾ ലോക്കാകുന്ന രൂപത്തിലാണ്. അതായത് നമുക്ക് മറ്റെങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത വിധം പൂർണ്ണമായിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ ഷട്ട് ഡൗൺ ആകുന്നത് പോലെയാണ്. അവിടെ അതും സിംബോളിക്കായിട്ട്, പ്രതീകാത്മകമായിട്ട് അള്ളാഹിൻ്റെ മുമ്പിലുള്ള ആ ഒരു കീഴൊതുക്കം, അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, സൂറത്ത് നജ്മിൽ അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് അതാണ് ആ ഒരു പൊസിഷൻ തന്നെ കാണിച്ചു തരുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ഒരു മഹത്വം. അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന ഇടങ്ങൾ, പള്ളികളെ നമ്മൾ മസ്ജിദ് എന്നാണ് പറയാറുള്ളത്. മസ്ജിദ് എന്ന് വെച്ചാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെ സുജൂദ് മാത്രമല്ല, പക്ഷേ അതിൻ്റെ ആ കേന്ദ്രഭാഗം, അതായത് ആ ന്യൂക്ലിയസ് ആയിട്ടുള്ള ആ സുജൂദ് വെച്ചിട്ടാണ് അത് നമ്മൾ പറയുന്നത്. അപ്പം അത് മാത്രമല്ല, നമസ്കാരത്തിൽ അതിൻ്റെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് അള്ളാഹു ആ സുജൂദ് നമുക്ക് BID അത് 2 തവണയാണ്, 2 ഡോസായിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓരോ തവണയും നമ്മൾ 2 തവണ അത് നിർവഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമസ്കാരത്തിൽ എന്തെങ്കിലും നമ്മൾ അബദ്ധവശാൽ വിട്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോവുകയാണെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാൻ, അതിനുള്ള പരിഹാരമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ആ സുജൂദാണ്. അപ്പോൾ മറ്റുള്ള കുറവ് നികത്താൻ അത് സുജൂദാണ്. ആ സുജൂദിന് തുല്യം സുജൂദ് മാത്രമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ തിലാവത്തിൻ്റെ സുജൂദുകൾ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തും ചില ഭാഗങ്ങളിൽ നമ്മൾ സുജൂദ് നിർവഹിക്കാറുണ്ട്. ഞാൻ നേരത്തെ നമസ്കാരത്തിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഓർക്കുന്നുണ്ടാകും, 1-ാമത്തെ ഭാഗത്ത് നന്ദിയുടെ പ്രകടനമാണെന്ന് പറഞ്ഞു. അവിടെയും ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ലഭിച്ചാൽ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് വീഴും എന്നുള്ള ആ സജദത്ത് ശുക്ർ. അവിടെയും ആ നന്ദിയുടെ പ്രകടനവും ആ സുജൂദുമായിട്ട് ചേർത്ത് വെക്കുകയാണ്. അത് നമുക്കറിയാം. അപ്പോൾ അത് മനുഷ്യൻ്റെ ഫിത്രിയാണ്. അതായത് മനുഷ്യൻ ജന്മന അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഇപ്പം എന്തെങ്കിലും ഒരു സന്തോഷ നിമിഷങ്ങൾ സ്പോർട്സിലെല്ലാം നമ്മൾ കാണാറുണ്ട്. അവർ ആ സുജൂദിൻ്റെ ആ പൊസിഷനിലേക്ക് വീഴുന്നതായിട്ടല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ രൂപത്തിൽ വീഴുന്നതായിട്ടെല്ലാം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നന്ദിയുടെ പ്രകടനമായിട്ടും ആ സുജൂദാണ് നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമസ്കാരത്തിൽ നമ്മുടെ ആ സുജൂദിൻ്റെ ആ പൊസിഷൻ അള്ളാഹിൻ്റെ മുമ്പിൽ 7ഓളം അവയവങ്ങൾ നിലത്ത് വെച്ച് ആ വിനയത്തിൻ്റെ അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണമെല്ലാം പ്രതീകാത്മകമായിട്ട് നമ്മൾ അതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് ആന്തരികമായിട്ടുള്ളൊരു വശം, അപ്പോൾ നമ്മൾ നിലത്തേക്ക് വെക്കുന്ന ആ നെറ്റിയുടെ ഭാഗം, നാസുയത്തിൻ കാതിബത്തിൻ ഖാത്തി, അള്ളാഹു പറയുന്നുണ്ട്, ആ മൂർത്ത കുടുമയുടെ ഭാഗം, അതാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്ന ആ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്നുള്ള ഭാഗമെല്ലാം ആ നെറ്റിയുടെ ഭാഗത്താണ്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കൽ, അതല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി, ആ ഉത്കണ്ഠ, ഇതിൻ്റെ എല്ലാം കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഓവർ തിങ്കിങ്, ഇതിൻ്റെ എല്ലാം കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് ആ ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ നിലത്തേക്ക് വെക്കുകയാണ്. ഈ സുജൂദിൻ്റെ ആ ഒരു പോസ്റ്ററിൽ മാത്രമാണ് നമ്മുടെ തല താഴെയും ഹൃദയം മുകളിലും വരുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ ആ രൂപത്തിൽ വരുന്നില്ല എന്നുള്ളത് അതും വളരെ സിംബോളിക്കാണ്. നമ്മുടെ ചിന്തയും മറ്റുള്ള ബുദ്ധിയെല്ലാം അള്ളാഹിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ആ ഹൃദയത്തെ മുകളിൽ വെക്കുകയാണ്. ഹൃദയം നമുക്കറിയാം ആ തഖ്വയുടെ ആ കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഹൃദയത്തിലാണെല്ലാം. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, ആ ഹൃദയത്തെ നമ്മൾ മുകളിലേക്ക് വെക്കുകയാണ്. അപ്പം അത് ഭൗതികമായിട്ട് തന്നെ നമസ്കാരത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ സംബന്ധിച്ച് പഠിച്ച ആളുകൾ അവർ സൂചിപ്പിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, അപ്പോൾ നമ്മുടെ ആ സുജൂദിൻ്റെ ആ പോസ്റ്റർ അത് നമ്മുടെ സ്ട്രെസ്സ്, മാനസിക സംഘർഷത്തിനുള്ള ഒരു പരിഹാരമാണ് എന്നുള്ളത്. കാരണം നമ്മുടെ ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ ഏറ്റവും അധ്വാനിക്കേണ്ടി വരുന്നത് ആ മുകൾ ഭാഗത്തേക്കാണ്. കാരണം അവിടെ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ്, ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ആ ബ്ലഡ് മുകളിലേക്ക് ഫോഴ്സ് ചെയ്യേണ്ടതുണ്ട്. അതേസമയം നമ്മൾ ആ സുജൂദിൻ്റെ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഹൃദയത്തിന് വളരെ സ്മൂത്തായിട്ടത് നിർവഹിക്കാൻ സാധിക്കും. അതുവഴി തലച്ചോറിലേക്കുള്ള രക്തത്തിൻ്റെ പ്രവാഹം, അതുവഴി ഓക്സിജൻ എല്ലാം സപ്ലൈ എല്ലാം തലച്ചോറിന് നന്നായിട്ട് ലഭിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഠിനമായിട്ട് ആ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ആ സുജൂദിൻ്റെ പോസ്റ്ററെല്ലാം പരിഹാരമായിട്ട് അവർ നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിൻ്റെ 97-ാമത്തെ വചനത്തിൽ കഠിനമായിട്ടുള്ള മാനസിക സംഘർഷം അനുഭവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് നഅലമു അന്നക യുദീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ശത്രുക്കളായിട്ടുള്ള ആളുകൾ, അവരുടെ വാക്കുകൾ നിമിത്തം നിങ്ങളുടെ ഹൃദയം അലീഖു സദ്ർ, ആ ഹൃദയത്തിൻ്റെ ആ ഒരു ഞെരുക്കം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അത് ഞാൻ അറിയുന്നുണ്ട് അള്ളാഹു പറയാണ്. ശേഷം അതിന് പരിഹാരമായിട്ട് അള്ളാഹു പറയുന്നത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസ് സാജിദീൻ, നിങ്ങൾ അള്ളാഹുവിനെ ആ തസ്ബീഹ് അതേപോലെ തന്നെ ആ സുജൂദ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആവുക എന്നുള്ള അള്ളാഹു അവിടെയും ആ സുജൂദ് ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു സുജൂദ് എന്നുള്ളത് ആ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഇസ്ലാം എന്നുള്ള പദത്തിനർത്ഥവും സമർപ്പണമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അല്ലെങ്കിൽ അവൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ഒരാൾ ജീവിക്കുക. പ്രപഞ്ചത്തിലുള്ള സർവ്വതും അള്ളാഹുവിന് വഴിപ്പെട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായിട്ടാണ് അവരെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ
സൂറത്ത് ആലിമ്രാന്റെ 83-ാമത്തെ വചനത്തിൽ വലഹു അസ്ലമ മംഫി സമാവാതി വൽ അർളി തൗഅൻ വ കർഹൻ വ ഇലൈഹി യുർജഊൻ. അല്ലാഹു പറയുന്നുണ്ട്, ആകാശഭൂമികളിലുള്ള സർവ്വതും, ജീവനുള്ളതാകട്ടെ അജീവമായതാകട്ടെ, എല്ലാം അനുസരണപൂർവ്വം അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം അള്ളാഹ്ക്ക് കീഴൊതുങ്ങി അവന്റെ കൽപ്പനകൾക്ക്, നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് അവ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എല്ലാം അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവർ സുജൂദിലാണ്. അപ്പം നമ്മൾ ആ സുജൂദ് നിർവഹിക്കുന്ന സമയത്ത് നമ്മളും ആ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. സൂറത്തുൽ ഹജ്ജിന്റെ 18-ാമത്തെ വചനത്തിൽ അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർള് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ് വ കസീറും മിനൻ നാസ്. ആകാശത്തുള്ള സർവ്വതും, സെലസ്റ്റിയൽ ബോഡികൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും, അതെല്ലാം, അതേപോലെ തന്നെ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾ, പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, ജീവജാലങ്ങൾ, ആ സർവ്വതും, അതേപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് വ കസീറും മിനൻ നാസ്, മനുഷ്യരിൽ ചില ആളുകൾ, അധിക ആളുകളും, അവരെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലാണ് എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്തും സൂറത്ത് റഹ്മാനിൽ വന്നജ്മു വശജറു യസ്ജുദാൻ, ചെറിയ സസ്യങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ, അതെല്ലാം സുജൂദ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ സുജൂദ് ആയിക്കൊള്ളണമെന്നില്ല, അവരുടേതായിട്ടുള്ള ഭാഷയിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാഇൻ്റെ 44-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, മറ്റ് ജീവജാലങ്ങൾ അവർ തസ്ബീഹ് ചെല്ലുന്നുണ്ട്, വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവ നിർവഹിക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സർവ്വ മനുഷ്യരും എന്ന് പറഞ്ഞില്ല, മറിച്ച് മനുഷ്യരിൽ ചില ആളുകൾ. കാരണം മനുഷ്യന് ആ ഫ്രീഡം നൽകപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള ജീവജാലങ്ങളും മറ്റുള്ള വസ്തുക്കളെല്ലാം അവർ അള്ളാഹു നൽകിയ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ അവർ നിർബന്ധിതരാണ്. ആ ബൗണ്ടറിക്ക് അപ്പുറം അവർക്ക് പോകാൻ കഴിയില്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യം വെച്ച് ഒരാൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച സുജൂദ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അതല്ലെങ്കിൽ ആ മുഴുവൻ പ്രപഞ്ചത്തോടും അവൻ ആ ഒരു താതാത്മ്യം പ്രാപിക്കുകയാണ്, ആ ഒരു ഹാർമണിയിൽ അല്ലെങ്കിൽ ആ കോസ്മിക് റിഥം, അവന് ആ പ്രപഞ്ച താളത്തിൽ അവനും ലയിച്ച് ചേരുകയാണ്. അത് നിഷേധികളായിട്ടുള്ള ആളുകൾ പോലും, മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ അവരിഷ്ടത്തോടെ താല്പര്യത്തോടു കൂടെ അവർ കീഴൊതുങ്ങുന്ന സമയത്ത് നിഷേധികളായിട്ടുള്ള ആളുകൾ സൂറത്തു റഅദിൻ്റെ 15-ാമത്തെ വചനത്തിൽ വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വ കർഹൻ വ ളിലാലുഹും ബിൽ ഉദുവ്വി വൽ ആസ്വാൽ. അള്ളാഹു പറയുന്നുണ്ട്, നിഷേധിയാണെങ്കിൽ പോലും അവന് നിർബന്ധിതമായിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ ചില അള്ളാഹിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ വഴിപ്പെടേണ്ടി വരികയാണ്. അള്ളാഹു വെച്ച ആ പ്രകൃതി നിയമങ്ങൾ അവർക്കും മറികടക്കാൻ സാധ്യമല്ല. അവൻ്റെ നിഴലുകൾ പോലും അവൻ്റെ കൺട്രോളിലല്ല. അതായത് ആ നിഴലുകൾ അള്ളാഹുവിൻ്റെ ആ കൽപ്പനകൾക്ക് വിധേയമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നേരത്തെ കഴിഞ്ഞു പോയൊരു ഭാഗത്ത് നാം സൂചിപ്പിച്ചിരുന്നു, നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഫ്രൂട്ട് എന്നുള്ളത് അത് അള്ളാഹുമായിട്ടുള്ള ആ ഖുർബ്, അള്ളാഹുമായിട്ടുള്ള സാമീപ്യം അതുവഴി ലഭിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് നമസ്കാരത്തെ മിഅ്റാജുൽ മുഅ്മിൻ എന്നെല്ലാം വിശേഷിപ്പിക്കാനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള മറ്റൊരു ഇബാദത്തിനെ സംബന്ധിച്ചും ആ ഖുർറത്ത ഐൻ, കൺകുളിർമ എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ചിട്ടില്ല. ആ രൂപത്തിൽ വിശേഷിപ്പിച്ചത് നമസ്കാരത്തെ മാത്രമാണ്. മറ്റുള്ള ഇബാദത്തുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോമ്പ് എന്നുള്ളത് അത് സീസണിലാണ്, അത് ചില ദിവസങ്ങൾ അല്ലെങ്കിൽ റമദാനിൽ മാത്രമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. സക്കാത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സമയത്തും സക്കാത്ത് അതും സാമ്പത്തികമായിട്ട് ശേഷിയുള്ള ആളുകൾക്ക് മാത്രമാണ്. ഹജ്ജും അതേ രൂപത്തിൽ ആരോഗ്യ സമ്പത്തുള്ള ആളുകൾക്ക് മാത്രമാണ്. അതെല്ലാം നിശ്ചിത സമയങ്ങളിൽ മാത്രമാണ്. അതേസമയം നമസ്കാരത്തിന് പ്രത്യേക സമയങ്ങളില്ല, സ്ഥലമില്ല. നമുക്ക് എവിടെ വെച്ചും ഏത് സമയത്തും അള്ളാഹുമായിട്ടുള്ള സാമീപ്യം ലഭിക്കാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമസ്കാരത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഫ്രൂട്ട് എന്നുള്ളത് ആ ഖുർബ്, സാമീപ്യമാണെന്ന് പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ നമസ്കാരത്തിൽ ഒരാൾക്ക് ലഭിക്കുന്നത് ആ സുജൂദ് നിർവഹിക്കുന്ന സമയത്താണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിലും മുസ്നദിലെല്ലാം കടന്നു വരുന്നൊരു ഹദീസിൽ പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സമയം അവന് സുജൂദിലാകുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് റസൂലുള്ളാഹിക്ക് ലഭിച്ച ആ സൂറത്തുൽ അലഖ്, ആ സൂറത്തുൽ അലഖിൻ്റെ അവസാനത്തെ ആയത്തിൽ വസ്ജുദ് വഖ്തരിബ് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആ സുജൂദ്, ആ സാഷ്ടാംഗം നമിക്കുക, അതുവഴി അള്ളാഹിൻ്റെ ആ ഖുർബ്, അള്ളാഹിൻ്റെ സാമീപ്യം നിങ്ങൾ തേടിക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ സാമീപ്യം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം അത് ആ സുജൂദിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ആ വിശിഷ്ട നാമങ്ങളിൽ ഒരു നാമം അൽ ഖരീബ് എന്നുള്ളതാണ്, ഏറ്റവും അടുത്തുള്ളവൻ, നിയറസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 186-ാമത്തെ വചനത്തിൽ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയുക ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണ്. അല്ലെങ്കിൽ സൂറത്ത് ഖാഫിൽ നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്,
അവൻ്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനാണ് ഞാൻ. അള്ളാഹു ഈ ഒരു നാമം പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച സമയത്തും അവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കാണാൻ സാധിക്കും. അത് മനുഷ്യൻ്റെ ന്യൂനതയും അള്ളാഹിൻ്റെ പെർഫെക്ഷനാണ് ആ ഒരു കോമ്പിനേഷൻ പോലും കാണിക്കുന്നത്, വ്യക്തമാക്കാം. അതായത് ഇപ്പോൾ സൂറത്തു സബഇൻ്റെ 50-ാമത്തെ വചനത്തിൽ ഇന്നഹു സമീഉൻ ഖരീബ് അള്ളാഹു പറയുന്നുണ്ട്, അവന് സമീപസ്ഥനാണ്, അതേപോലെ തന്നെ കേൾക്കുന്നവനാണ്. അപ്പോൾ മനുഷ്യരിലേക്ക് ഈ രണ്ട് ക്വാളിറ്റികൾ പലപ്പോഴും ഒരുമിച്ച് ചേർക്കാൻ കഴിയില്ല. കാരണം നമ്മൾ സമീപസ്ഥനാണെന്ന് കരുതി നമ്മളെല്ലാം കേട്ടുകൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ തിരിച്ചും എല്ലാം കേൾക്കുന്നുണ്ടെന്ന് കരുതി ഒരാൾ സമീപസ്ഥനായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ മൊബൈൽ യുഗത്തിലെല്ലാം പലപ്പോഴും കേൾക്കുന്നുണ്ടാകും, പക്ഷേ ആൾ മറ്റെവിടെ ആയിരിക്കും. പക്ഷേ അള്ളാഹു ഒരേ സമയം കേൾക്കുന്നവനുമാണ്, അങ്ങേയറ്റം കണ്ഠനാടിയേക്കാൾ നമ്മോട് അടുത്തവനുമാണ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ഹൂദിൻ്റെ 61-ാമത്തെ വചനത്തിൽ ഇന്ന റബ്ബി ഖരീബും മുജീബ്, അള്ളാഹു സമീപസ്ഥനാണ്, അതേപോലെ തന്നെ ഉത്തരം നൽകുന്നവനാണ്. അപ്പം അതും ആ ഒരു പെർഫെക്ഷനാണ് കാണിച്ചിരുന്നത്. മനുഷ്യരിലേക്ക് ചേർത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ അടുത്തുണ്ടെന്ന് കരുതി കേൾക്കണം എന്നില്ല, ഇനി കേട്ടാലും ഒരാൾ ഉത്തരം നൽകിക്കൊള്ളണം എന്നില്ല. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സമീപസ്ഥനാണ്, കേൾക്കുന്നവനാണ്, അതേപോലെ തന്നെ ഉത്തരം നൽകുന്നവനാണ്. അപ്പം എല്ലാം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം ഒരാൾക്ക് ആ സുജൂദ് വഴി ലഭിക്കുന്നു എന്നുള്ള അള്ളാഹുവുമായിട്ടുള്ള സാമീപ്യം, അള്ളാഹുമായിട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം, ഉത്തരം ലഭിക്കാനുള്ള അവസരം, ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ളത് ഒരു സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിമിഷം പറഞ്ഞത് ആ സുജൂദാണ്. അപ്പം അതെല്ലാം മൂന്നും ഒരാൾക്ക് ലഭിക്കുന്നു എന്നുള്ള. അപ്പം അതിൽ ഏറ്റവും വലിയ ഫ്രൂട്ട് എന്നുള്ളത് ആ സാമീപ്യമാണ്. അപ്പം അവിടെ ആ സാമീപ്യത്തിൻ്റെ മൂല്യം ഒരു ഉദാഹരണത്തിലൂടെ മനോഹരമായിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള സൂചിപ്പിക്കുന്നുണ്ട്. ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരെ സഹായിക്കാൻ വേണ്ടി വന്ന ആ മജീഷ്യന്മാർ, അവർ ഫിർഔന്റെ മുമ്പിൽ വന്ന് ഫിർഔനെ സഹായിക്കാൻ വേണ്ടി അവർ സന്നദ്ധരാവുകയാണ്. അപ്പം അതിന് പകരമായിട്ട് പ്രതിഫലമായിട്ട് ഫിർഔൻ ഓഫർ ചെയ്തത് പണമോ അല്ലെങ്കിൽ ഭൂമിയോ അല്ലെങ്കിൽ വലിയ അധികാര പദവിയോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് അതിനേക്കാളെല്ലാം മൂല്യമുള്ള സൂറത്ത് ശുഅറാഇന്റെ 42-ാമത്തെ വചനത്തിൽ ഫിർഔൻ അവർക്ക് പകരമായിട്ട് ഓഫർ ചെയ്തത് ഇന്നക്കും ലമിനൽ മുഖറബീൻ, നിങ്ങൾക്ക് എൻ്റെ സാമീപ്യം ലഭിക്കും എന്നുള്ളതാണ്. ഇത്രയും വലിയ ഞാനുമായിട്ട് നിങ്ങൾക്ക് അടുപ്പം ലഭിക്കും എന്നുള്ളതാണ്. അതിൽ അവർ തൃപ്തരാവുകയും ചെയ്തു. ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് മറ്റെന്ത് ലഭിക്കുന്നതിനേക്കാൾ ആ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാനുള്ള സുവർണാവസരമാണ് സുജൂദ് എന്നുള്ളത്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, അതേ സംഭവത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ഫിർഔൻ അയാളുടെ സാമീപ്യം അവർക്ക് ഓഫർ ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിട്ട് മത്സരിച്ച സമയത്ത് അവർക്ക് ഉടനെ തന്നെ ആ സത്യം, ആ കാര്യം മനസ്സിലായി. ആ സംഭവത്തിൻ്റെ ക്ലൈമാക്സിൽ ആ സത്യം മനസ്സിലാക്കിയ ഉടൻ ആ ഫിർഔന്റെ സാമീപ്യം വലിച്ചെറിഞ്ഞ് അള്ളാഹിൻ്റെ ആ സാമീപ്യം അവർ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. സൂറത്ത് ശുഅറാഇന്റെ തുടർന്നുള്ള ആയത്തിൽ ഫഅൽഖിയ സഹറത്തു സാജിദീൻ ഖാലു ആമന്നാ ബി റബ്ബിൽ ആലമീൻ, അവർ ഉടനെ തന്നെ ആ സുജൂദിലേക്ക് അള്ളാഹിൻ്റെ ആ സാമീപ്യത്തിലേക്ക് അവർ വീഴുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫിർഔൻ ഉടനെ തന്നെ അവരെ വധിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നത്തെ ദിവസം പ്രഭാതത്തിൽ അവർ കാഫിറായിട്ടായിരുന്നു ഉണർന്നെഴുന്നേറ്റത്, അതേസമയം പ്രദോഷത്തിൽ ശുഹദാക്കളായിട്ട് അവർ അള്ളാഹുവിലേക്ക് മടങ്ങി എന്നുള്ളതാണ്. മനോഹരമാണ്, സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നേരത്തെ ആ നമസ്കാരത്തിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആ പാപമോചനം ലഭിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ വുളൂഇനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ സുജൂദിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ആ സുജൂദ് ഒരാളുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഒരാൾ സുജൂദിലായിരിക്കുന്ന സമയത്ത് അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്നുള്ളതാണ്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ പാപികളായിട്ടുള്ള ആളുകൾക്ക് അവസാനം ലഭിക്കുന്ന നരകം, ആ നരകത്തിൽ പോലും സ്വഹീഹ് മുസ്ലിമിൽ വരുന്ന ഹദീസിൽ ഹറമല്ലാഹു അലന്നാരി അൻ തഅകുല അഥറ സുജൂദ്, ആ സുജൂദ് ചെയ്യുന്ന ആ ഭാഗം അത് നരകത്തിന് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് മരണാനന്തര ജീവിതത്തിൽ ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ദുഖാൻ്റെ 29-ാമത്തെ വചനത്തിൽ ഫിർഔന്റെ ആളുകൾ അവർ നാമാവശേഷമായ സമയത്ത് അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനു മുൻളരീൻ. ആ ഫിർഔനെയും അവൻ്റെ അനുയായികളെയും ഭൂമിയിൽ നിന്നും അള്ളാഹു തുടച്ചു നീക്കിയ സമയത്ത് അവർക്ക് വേണ്ടി കരയാൻ ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർ ജീവിച്ചിരുന്ന സമയത്ത്, അവർ ഭരണവർഗമായിരുന്ന സമയത്ത് അവരുടെ വീമ്പും പ്രതാപവും എല്ലാം വിളമ്പാൻ, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടാൻ വേണ്ടി ആളുകൾ മുഴുവൻ മത്സരിക്കുകയായിരുന്നു. അപ്പോൾ സമാനമായിട്ട് ഫിർഔൻ എന്നുള്ളത് ഒരാൾ മാത്രമല്ല, ആ ഫിർഔന്റെ അതേ ക്യാരക്ടർ ചരിത്രത്തിലുടനീളം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അവർ ജീവിച്ചിരിക്കുന്ന ആ സമയത്തുടനീളം അവർക്ക് ചുറ്റും ആ സ്തുതിപാഠക വ്യൂഹം അവരിങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും, സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം. അതേസമയം അള്ളാഹുവിൻ്റെ അലംഘനീയമായിട്ടുള്ള വിധി അവരിലേക്ക് വരുന്ന സമയത്ത് അവർ നിലം പതിക്കുന്നതോടുകൂടെ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി കരയാൻ ഒരാളുണ്ടാവില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, ആകാശമോ ഭൂമിയോ
അവർക്ക് വേണ്ടി കണ്ണീര് പൊടിച്ചില്ല എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ ഇമാം തുബരിയെ പോലെയുള്ള ആളുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിട്ടുള്ള ചില പ്രസ്താവനകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അതേസമയം ഒരു വിശ്വാസിയായിട്ടുള്ള ആൾ മരണപ്പെടുന്ന സമയത്ത് ഇദാ മാത്തൽ മുഅ്മിൻ ഫഅഗ്ലഖ ബാബുഹു മിനസ് സമാഇ അല്ലദീ കാന യസ്അദു ഫീഹി അമലുഹു വയൻസിലു ഫീഹി റിസ്ഖുഹു ബക അലൈഹി. വിശ്വാസിയായിട്ടുള്ള ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ആകാശത്തുള്ള ഒരു കവാടം അടക്കപ്പെടും എന്നുള്ളതാണ്. കാരണം ആ കവാടം വഴിയായിരുന്നു അവൻ്റെ അമലുകൾ മുകളിലേക്ക് ഉയർത്തപ്പെട്ടത്, അതേപോലെ അവനുള്ള റിസ്ഖ് അതുവഴിയായിരുന്നു ഇറക്കപ്പെട്ടത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിറിൻ്റെ 10-ാമത്തെ വചനത്തിൽ ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വല അമലു സാലിഹു യർഫഉ അള്ളാഹു പറയുന്നുണ്ട് ആ അമലുകൾ ഉയർത്തപ്പെടുന്നതിനെ സംബന്ധിച്ച്. ആ ഡോർ അടക്കുന്നതോടുകൂടെ ആകാശം കരയും. അതേസമയം ഭൂമിയെ സംബന്ധിച്ചും പറഞ്ഞു, ഇന്നൽ അർള തബ്കി അലാ മുഅ്മിനിൻ 40 സ്വബാഹൻ. മുഅ്മിനായിട്ടുള്ള ഒരാൾ മരണപ്പെടുന്ന സമയത്ത് 40ഓളം ദിവസം ഭൂമി കരയും. ഭൂമിയിൽ എന്താണ് കരയുക? അതാണ് നമ്മുടെ വിഷയം. ബക്കത്ത് അലൈഹി മവാദിഉഹു അല്ലതീ കാന യസ്ജുദു അലൈഹ. അവന് നിരന്തരം അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്ത ആ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അവന് സാഷ്ടാംഗം ചെയ്ത സ്ഥലങ്ങൾ മുഴുവൻ അവൻ്റെ നഷ്ടത്തെ അല്ലെങ്കിൽ അവനെ ഓർത്ത് ദുഃഖിക്കും, അവർ കരയുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെ ആ കരച്ചിലിൻ്റെ ഭാഷ അത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നേരത്തെ പറഞ്ഞ ആയത്ത് വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവരാ വിഷമം പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. അപ്പം അത്രയേറെ പവിത്രമാണ് ആ സുജൂദിൻ്റെ സ്ഥലങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആ സുജൂദിലൂടെ അടിമകൾക്ക് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പം അള്ളാഹിൻ്റെ സാമീപ്യം മാത്രമല്ല, മറിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കാനും ആ സുജൂദ് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹിനോടൊപ്പം സഹവസിക്കാനുള്ള സൗഭാഗ്യം ആ സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ റബീ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സദാസമയത്തും സഹായിക്കാൻ സന്നദ്ധനായിട്ട് സ്വമേധേ അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടാകും. റസൂലുള്ളാഹി വുളൂ ചെയ്യാൻ പോകുന്ന സമയത്ത് വെള്ളമായിട്ട് ഏത് സമയത്തും അദ്ദേഹം റസൂലുള്ളാഹിനെ സേവിക്കാൻ വേണ്ടി കൂടെ നടന്നിരുന്നു, ആ ഖിദ്മ ചെയ്യാൻ വേണ്ടി. റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. ഒരിക്കൽ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, സൽ യാ റബിയ, ഓ റബിയ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അപ്പം അദ്ദേഹം അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് എന്തും ചോദിക്കായിരുന്നു, ദുനിയാവിലുള്ള സമ്പത്തോ അല്ലെങ്കിൽ പദവിയോ എന്തും ചോദിക്കായിരുന്നു. പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നത് ദുനിയാവിൽ ജീവിക്കുന്ന സമയം അത്രയും റസൂലുള്ളാഹിൻ്റെ കൂടെ ഇതേ രൂപത്തിൽ ഖിദ്മയും മറ്റുമെല്ലാം ചെയ്യാൻ സാധിക്കും. പക്ഷേ നാളെ മരണാനന്തര ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവിടെയെല്ലാം ഉയർന്ന പദവിയിലായിരിക്കും. ആ ഒരു സ്ഥലത്തും ഇതേ രൂപത്തിൽ എനിക്ക് റസൂലുള്ളാഹിൻ്റെ സാമീപ്യം ലഭിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം. അപ്പം അദ്ദേഹം റസൂലുള്ളാഹി ഒരു അവസരം കൊടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കാര്യം വേണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ സാമീപ്യം എനിക്ക് വേണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ ഗൈറ ദാലിക്, അതല്ലാതെ മറ്റു വല്ലതും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കത് മാത്രം മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി അലാ നഫ്സിക ബി കസ്റത്തി സുജൂദ്. ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്നെ ആ വിഷയത്തിൽ നിങ്ങൾ സഹായിക്കുക, നിങ്ങൾ ധാരാളമായിട്ട് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും റസൂലുള്ളാഹിൻ്റെ ആ സാമീപ്യം ലഭിക്കാനുള്ള മാർഗ്ഗമായിട്ട് റസൂലുള്ളാഹി പറയുന്നത് ആ സുജൂദ് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് ആ സുജൂദിൻ്റെ മഹത്വമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അള്ളാഹിനോട് ഏറ്റവും അടുക്കുന്ന മൊമെൻ്റാണ് ആ സുജൂദ് എന്ന് നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കാനെല്ലാം ഉപദേശം നൽകിയത് ആ സുജൂദാണ്. അപ്പോൾ നിരന്തരം നമ്മളെ അള്ളാഹുവിൽ നിന്നും അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുവായിട്ടുള്ള പിശാചിനെ സംബന്ധിച്ചിടത്തോളം ആ സുജൂദ് അങ്ങേറ്റം വെറുക്കപ്പെട്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞിരുന്നു ആരംഭത്തിൽ, നമസ്കാരത്തിൽ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ട് പിശാച് കെണിഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് അത് പിശാചിന് അങ്ങേറ്റം വിരൽ പിടിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ആദമിൻ്റെ മക്കൾ ആ സുജൂദ് ചെയ്യുന്ന സമയത്ത് പിശാച് അവിടെ കരയും. കരഞ്ഞതിന് ശേഷം പിശാച് പറയും, ഇഅ്തസല ശൈത്വാൻ യബ്കി യഖൂൽ യാ വൈലി, എൻ്റെ നാശമേ. എന്നിട്ട് പിശാച് പറയും, ഉമിറ ഇബ്നു ആദം ബി സുജൂദ് ഫസജദ ഫലഹുൽ ജന്ന. ആദമിൻ്റെ മക്കളോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, അവർ അത് പ്രകാരം സുജൂദ് ചെയ്തു, അവർക്ക് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ സ്വർഗം ലഭിക്കും. അതേസമയം എന്നോടും ഇതേ രൂപത്തിൽ സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിരുന്നു, ഞാനത് ചെയ്തില്ല, അതിൻ്റെ കാരണത്താൽ എനിക്ക് നരകമാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മ, ആ പഴയ ആ ഒരു PTSD അല്ലെങ്കിൽ പിശാചിന് ആ മുൻപത്തെ ആ ട്രോമ, ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും പിശാചിനെ സുജൂദ് കാണുന്ന സമയത്ത് അത് വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിശാചിനെ ചൊടിപ്പിക്കുന്ന ആ ഒരു കർമ്മം അത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ സുജൂദിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രാർത്ഥന, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഏറ്റവും താഴ്ന്ന ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം അവിടെ വെച്ച് നമ്മൾ
ഏറ്റവും ഉയർന്ന അൽ അലയായിട്ടുള്ള ആ അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്താണ്. സുബ്ഹാന റബ്ബി അൽ അല, അത്യുന്നതനായിട്ടുള്ള എൻ്റെ രക്ഷിതാവ് അത്ര പരിശുദ്ധൻ. അതാണ് നമ്മൾ അവിടെ സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് 3 തവണ അല്ലെങ്കിൽ അതിനധികരിപ്പിക്കാവുന്നതാണ്. ആ രൂപത്തിൽ നമ്മൾ പറയുകയാണ്. അതല്ലെങ്കിൽ മറ്റുള്ള ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ അവിടെ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. നേരത്തെ റുക്കൂവിൽ പറഞ്ഞ സുബ്ബൂഹൻ ഖുദ്ദൂസും റബ്ബുൽ മലായിക്കത്തി വറൂഹ്, അത് സുജൂദിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാറുണ്ടായിരുന്നു. അതോടൊപ്പം നമ്മൾ അള്ളാഹുവുമായിട്ട് അങ്ങേയറ്റം അടുക്കുന്ന സുവർണ്ണ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം അത് പാഴാക്കാതെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ റുക്കൂയിലും സുജൂദിലെല്ലാം ആ ഖുർആൻ പാരായണം വിലക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഖുർആനിലുള്ള പ്രാർത്ഥനകൾ അറിയുമെങ്കിൽ അതവിടെ വെച്ച് പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ പാപമോചനത്തിന് വേണ്ടി ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് സുജൂദിൽ കിടന്ന് ആ പാപമോചനത്തിന് വേണ്ടി നടത്തിയ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രാർത്ഥന സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു. ഓ അല്ലാഹ്, എൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ, സൂക്ഷ്മമായത് അല്ലെങ്കിൽ പ്രകടമായത്. അതിനുശേഷം അവ്വലുഹു വ ആഖിറുഹു, ആദ്യത്തേത് അവസാനത്തേത്, വ അലാനിയത്തഹു വ സിർറഹു, രഹസ്യമായതും പരസ്യമായതും. അപ്പോൾ മൊത്തം പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ആ സുജൂദിൽ കിടന്ന് ചോദിക്കുകയാണ്. ഇതേ രൂപത്തിലുള്ള പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം അധികരിപ്പിച്ച് ആ നിമിഷത്തെ നമ്മൾ കഴിയുന്നത്ര അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ സുജൂദിന് ശേഷം നമ്മൾ പിന്നീട് ആ തക്ബീർ ചൊല്ലിക്കൊണ്ട് ആ സുജൂദിന്, ആ 2 സുജൂദുകൾക്കിടയിലുള്ള ആ ഇരുത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.